ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം എല്ലാ വിധത്തിലും ഏറ്റെടുക്കുന്ന സംഘടനകളാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ. അതിൽ വലിയ പങ്കുവഹിച്ച ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന SFI. കഴിഞ്ഞ കാലങ്ങളിൽ SFI വളർന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതുവിലും ഉണ്ടായിരുന്ന അരാജക ഗ്യാങ്ങുകളെയും ലഹരി മാഫിയ സംഘങ്ങളും അവരെല്ലാം നേരിട്ടാണ്, അവരെ മറികടന്നാണ്, അവരെ പ്രതിരോധിച്ചാണ് കേരളത്തിൽ SFI വളർന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കഴിഞ്ഞ കാലയളവിൽ റിപ്പോർട്ട് ചെയ്താണ് വയനാട് മേപ്പാടിയിൽ വെച്ച് ഇന്ന് SFI സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന അപർണ ഗൗരി ഉൾപ്പെടെ ഒരു അരാജക ലഹരി മാഫിയ സംഘം ആക്രമിച്ചത്. കോട്ടയത്ത് തുടർച്ചയായി SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ആക്രമിച്ചത്. ഇതിനെല്ലാം പല ഘട്ടങ്ങളിലായി പ്രതിരോധിച്ച് അവരെ മറികടന്ന് സമൂഹത്തിൽ തെറ്റായ പ്രവണതകൾ വെച്ചു പുലർത്തുന്ന ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഇവരെ പലപ്പോഴും നേരിട്ടുള്ള ഒരു സംഘടനയാണ് SFI. എന്നാൽ കേരളത്തിലെ വളരെ മുതിർന്നതും സമുന്നതനുമായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഇന്നലെ SFI ആണ് ക്യാമ്പസുകളിൽ ഇത് ലഹരി മാഫിയ സംഘങ്ങളെ വളർത്തുന്നതും അത് വലിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന തരത്തിലൊരു പ്രസ്താവന നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഇത്ര അപക്വമായിട്ടുള്ളൊരു പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത്ര പരിചയമുള്ള, അത്രമേൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ SFIയെ ഈ ഒരു തെറ്റായ പ്രചാരണം കൊണ്ട് ആളുകൾക്കിടയിൽ ഏതെങ്കിലും നിലയിൽ ഒരു ഇകഴ്ത്തി കാണിക്കാം എന്നൊരു നിലയിലാണോ ഇത് ചെയ്തത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു വലിയൊരു വിഷയത്തെ, ഒരു സാമൂഹ്യ വിപത്തിനെ ഇങ്ങനൊരു കക്ഷി രാഷ്ട്രീയ മേലാങ്കി ചാർത്തി അതിന്മേലൊരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദോന്മാകം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തുന്നത് MMSനെ പോലുള്ള ഒരാൾക്ക് ചേർന്നതാണോ എന്ന് പരിശോധിക്കണം. പിന്നെ ഒന്ന്, കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് നിലനിൽക്കുന്നത് സുനിൽ കനകോലുവിൻ്റെ പ്രോഗ്രസ് കാർഡാണ്. സുനിൽ കനകോലുവിൻ്റെ പ്രോഗ്രസ് കാർഡ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ SFIയുടെ പൊതുചിത്രം, കേരളത്തിലെ SFIയെ തകർത്താലേ കേരളത്തിലെ മതനിരപേക്ഷ ബോധ്യത്തെയും ക്യാമ്പസുകളിൽ നിന്ന് നിലനിൽക്കുന്ന പുരോഗമന സ്വഭാവത്തെയും ഇല്ലാതാക്കാൻ കഴിയുമെന്നൊരു ബോധ്യം സുനിൽ കനകോലു ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിമാർക്സിൽ മാർക്ക് കൂടുതൽ കിട്ടുന്ന ഒന്നായിരിക്കാം SFIയെ വിമർശിക്കുക, SFIക്കെതിരെയുള്ള വാർത്തകൾ ഉണ്ടാക്കുക. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കാം ഇന്ന് കോൺഗ്രസ്സിലുണ്ടാകുന്ന അധികാര പിടിമ്പലിയുടെ ഒരു ഭാഗമായിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും SFIയെ പോലെ ഇങ്ങനെ വലിയൊരു ത്യാഗം സഹിച്ച, ഇതിനെതിരെ വലിയൊരു പോരാട്ടം നടത്തിയ സംഘടനയെ ഈ നിലയിൽ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തെ പോലത്തെ ഒരു നേതാവിന് ചേർന്നതാണോ എന്നുള്ളത് പരിശോധിക്കണം. കേരളീയ സമൂഹം അത് ആ നിലയിൽ തന്നെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും വലിയൊരു പ്രതിഷേധം ഞങ്ങൾ അതിൻ്റെ ഭാഗമായി ഉയർത്തുകയാണ്. അതോടൊപ്പം ലഹരിക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ കേരളം ഒട്ടുക്കുമുള്ള SFIയുടെ യൂണിറ്റുകളിലും SFI പ്രവർത്തകരിലേക്കും അതുവഴി വിദ്യാർത്ഥി സമൂഹത്തിനിടയിലേക്കും ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി മുഴുവൻ ക്യാമ്പസുകളിലും ഞങ്ങൾ ലഹരി മാഫിയക്കെതിരെ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് ആൻറ്റി ഡ്രഗ് സ്ക്വാഡ്, വിജിലൻസ് സ്ക്വാഡ് തന്നെ ഞങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിക്കും. അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത ക്യാമ്പയിനുകൾ എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട്. അതിനെ ത്വരിതപ്പെടുത്തി കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യപരമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും. അത് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് MMSൻ്റെ വിദ്യാർത്ഥി സംഘടന, ആ വിദ്യാർത്ഥി സംഘടനയുടെ രാഷ്ട്രീയവും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ബ്രോഡായ വിഷയത്തെ ഞങ്ങൾ അത് കാണില്ല. പക്ഷേ അദ്ദേഹം ഓർക്കേണ്ടിയിരുന്നത് നെയ്യാർ ഡാമിൽ തമ്മിലടിച്ചിട്ടുള്ള, ലഹരി ഉപയോഗിച്ച് തമ്മിലടിച്ച KSUവിൻ്റെ നേതാക്കന്മാരെ ഓർക്കണമായിരുന്നു. തലപൊട്ടി ചോലയൊരിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടല്ലോ, എന്തുപയോഗിച്ചിട്ടാണ്? അതൊക്കെ നമ്മൾ കാണേണ്ടതല്ലോ. ഇടുക്കിയിലെ KSU ജില്ലാ ജനറൽ സെക്രട്ടറിയെ പിടിച്ചത് എത്ര കിലോ കഞ്ചാവുമായിട്ടാണ്? ഞങ്ങൾ ഈ ഒരു വിഷയത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി മാത്രമല്ല മനസ്സിൽ, ഒരു സാമൂഹ്യ വിപത്താണ്. അതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ ക്യാമ്പസുകളിലും ഞങ്ങൾ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു ആൻറ്റി വിജിലൻസ് കോഡ്, ഇതിൻ്റെ ലഹരിക്കെതിരെ ഞങ്ങൾ സ്ക്വാഡ് ഉയർത്തിക്കൊണ്ടുവരും. അതിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും, എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ഭാഗമാക്കിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനം ഞങ്ങൾ ത്വരിതപ്പെടുത്തും. ഇപ്പോൾ വെക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. ആ വെക്കേഷനിലും വിദ്യാർത്ഥികൾക്ക് പൊതു ഇടങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആ പൊതു ഇടങ്ങൾ സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ അവരവരുടേതായിട്ടുള്ള മേഖലയിലേക്ക് തിരിയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയാണ് ഇതിൻ്റെ ഒരു ലഹരി മാഫിയയുടെ വിൽപ്പനയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പൊതു ഇടങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി SFIയുടെ ലോക്കൽ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ഒളിമ്പിക്സ് എന്ന നിലയിൽ, ലോക്കൽ ഒളിമ്പിക്സ് എന്ന നിലയിൽ കായിക പരിപാടികൾ, ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായും ഞങ്ങൾ സംഘടിപ്പിക്കും. തുടർന്ന് അടുത്ത അക്കാദമിക് ഇയറിൻ്റെ ഭാഗമായി കൂടുതൽ പ്രവർത്തനങ്ങൾ. ഒന്ന്, കേരളത്തിൽ ഇപ്പോൾ കാണുന്ന സിനിമകളിലെല്ലാം ഇതൊരു സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇതൊരു ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്, ഇതൊന്നും വേറെ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് എന്ന നിലയിലൊക്കെ ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ട്, ഒരു നോർമലൈസേഷൻ നടക്കുന്നുണ്ട്. അത് ശരിയല്ല. കേരളത്തിലെ സിനിമകൾ, കേരളത്തിലെ നാടകങ്ങളുടെയും തെരുവ് നാടകങ്ങളുടെയൊക്കെ ചരിത്രം വലുതാണ്. അതുവഴി കേരളത്തിൽ നവോത്ഥാനം സംഘടിപ്പിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. ഒരു നാടകങ്ങൾ ആയിരക്കണക്കിന് സ്റ്റേജുകൾ ഉണ്ടായ നാട്ടിൽ ഇവിടെ ഒരു സിനിമ പോലുള്ള ഒരു വലിയ സാംസ്കാരിക ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ പുറകോട്ട് വലിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പാടില്ല. സിനിമകളിലുണ്ടാകുന്ന മൂല്യച്യുതിയെയും ഉയർത്തി കാണിച്ചുകൊണ്ട് അവിടെയും ഞങ്ങൾക്ക് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഈ കാലയളവിൽ ഇനി വരുന്ന ഘട്ടങ്ങളിലും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. തീർച്ചയായും ഇതിനെ ആ നിലയിൽ കാണുന്നതിന് പകരം നേരത്തെ MMS നടത്തിയ പ്രസ്താവന ആ നിലയിൽ തന്നെ പ്രതിഷേധം അർഹിക്കുന്നതാണ്. അതുകൂടി അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ വിളിച്ചിട്ടുള്ളത്.